ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് നമ്മുടെ അനീഷ് ലക്ഷ്മിയുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്താണെന്നല്ലേ, ലക്ഷ്മിയുടെ കുടുംബത്തിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടായാൽ എന്ന് വെച്ചാൽ ആദിലെ നൂറെ പോലെ ലെസ്ബിയൻസ് ആയിട്ടുള്ള അവരുടെ ക്വയർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ലക്ഷ്മി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ പോലെ ട്രീറ്റ് ചെയ്യത്തുള്ളൂ, ഞാൻ അവരെ നോക്കുമെന്ന് അങ്ങനെ എന്തോ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്റെ മൈൻഡിൽ കൂടെ പോയത് എന്താണെന്ന് വെച്ചാൽ സൂക്ഷ്മദർശിനി സിനിമ കണ്ടിട്ടുള്ളവരായിരിക്കും നമ്മൾ ഭൂരിഭാഗം ആളുകളും. അതിനകത്ത് ബേസിലിന്റെ കഥാപാത്രം ദുരഭിമാന കൊലയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രം ദുരഭിമാന കൊലകളായിരിക്കും നടക്കുന്നത്. ഇങ്ങനെയുള്ള അത് ശരിക്കും ലെസ്ബിയൻ കപ്പിൾസിന്റെ ഒരു ഇത് തന്നെയാണ് ആ സിനിമയ്ക്കകത്ത് പറഞ്ഞു വെക്കുന്നത്. ലെസ്ബിയൻ കപ്പിൾസ് ആയതിന്റെ പേരിൽ സ്വന്തം പെങ്ങളെ വരെ കൊല്ലാൻ തയ്യാറാവുന്ന ഒരു ആങ്ങള, അതാണ് ആ സിനിമയ്ക്കകത്ത് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോ ലക്ഷ്മിയെപ്പോലുള്ള ആളുകള് ഈ സമൂഹത്തിൽ ഉള്ളപ്പോ ശരിക്കും അങ്ങനെയുള്ള ദുരഭിമാന കൊലകളും കാര്യങ്ങളൊക്കെ നടക്കാത്തതേ എനിക്ക് അത്ഭുതമുള്ളൂ. കാരണം ഇത്രയ്ക്ക് വിഷമാണ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്, ഇത്രയ്ക്ക് വിഷമാണ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. ഈ വിഷം ഇങ്ങനെ ചീറ്റിയാണ് കൊലപാതകത്തിലേക്കൊക്കെ വരെ നീങ്ങുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ വിഷങ്ങളെ നമ്മള് സമൂഹത്തില് വളരാനായിട്ട് അനുവദിക്കരുത്. പരമാവധി നമ്മൾ മിണ്ടാനായിട്ട് പോലും പോകരുത് ഇങ്ങനെയുള്ള വിഷങ്ങളുമായിട്ട്. അവർ പറയുന്നത് നമ്മൾ കേൾക്കാനും നിൽക്കരുത്. ബിഗ് ബോസ് പോലൊരു ഷോ എന്തുമാത്രം പ്രോഗ്രസീവ് ആയിട്ടുള്ള ആശയങ്ങളെ, പുരോഗമനമായിട്ടുള്ള ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു ഷോയാണ്. ആ ഒരു ഷോയിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ പറയാൻ ഇവർക്ക് എന്താണ് നാണമില്ല? ഇവർക്ക് ഒരു ഉളുപ്പും ഇല്ല ഈ സ്ത്രീക്കൊന്നും. ഇവർ UK ജീവിച്ചെന്ന് പറഞ്ഞിട്ട് ഇവർ ഏത് ആഫ്രിക്കയിലെ മറ്റേ മസായിമാരയില് വല്ലതുമാണ് ജീവിച്ചത്? ഏതെങ്കിലും കാട്ട് ഇതിലാണ് ജീവിച്ചത്? ട്രൈബൽ ഏരിയയിൽ വല്ലതുമാണ് ജീവിച്ചത്? എനിക്കറിയില്ല. UK-ലാണെന്ന് പറഞ്ഞാൽ അവിടെ വല്ലതുമാണ് ജീവിച്ചത് എന്നുള്ളതാണ്. അവിടെ ജീവിക്കുന്നവർക്ക് പോലും ഇതിനേക്കാളും ഒരു വിവരവും വെളിവും ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഇവർക്ക് അത്രയും പോലും ഒരു വെളിവില്ല. വലിയ UK-കാരിയാണെന്നൊക്കെയാണ് പറയുന്നത്. UK കൊച്ചമ്മ ശരിക്കും കേട്ടോ, ഇന്നത്തെ എപ്പിസോഡിനകത്ത് അവരുടെ ആ ഒരു സ്റ്റാൻഡ് അത് തന്നെ ശരിയല്ല. അവരാ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോമിനൈസ് ചെയ്യല്. എന്ത് നോർമലൈസ് ചെയ്യരുതെന്ന്? ആദിലെ നൂറ എന്താ വല്ല ഗൊറിലകളോ വല്ലോ ആണോ? മനുഷ്യർ തന്നെയല്ലേ. മനുഷ്യരായിട്ട് കാണാൻ പഠിക്കണം ആദ്യം. പിന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അക്ബർ ഇന്നത്തെ എപ്പിസോഡിനകത്ത് പറയുന്നുണ്ട്. ലക്ഷ്മി അവിടെ വീട്ടിലില്ലെങ്കിൽ തന്നെ ആ മകൻ നല്ല രീതിയിൽ തന്നെ വളർന്നു പോകുന്നതാണ്. ലക്ഷ്മിയുടെ ഈ ഒരു പേരന്റിങ് ഇല്ലെങ്കിൽ തന്നെ, ടോക്സിക് പേരന്റിങ് ഇല്ലെങ്കിൽ തന്നെ ലക്ഷ്മിയുടെ മകൻ നല്ല രീതിയിൽ തന്നെ വളർന്നു പോകുന്നു, അങ്ങനെ എന്തോ ഒരു കാര്യം അക്ബർ പറയുന്നുണ്ട് കേട്ടോ. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സൂക്ഷ്മദർശിനി സിനിമയ്ക്കകത്ത് ബേസിലിന്റെ അമ്മയായിട്ട് ഒരു ക്യാരക്ടർ വരുന്നില്ലേ, ആ ക്യാരക്ടർ ആണ് സത്യം പറഞ്ഞ ബേസിലിനെ കൊണ്ട് അങ്ങനെയുള്ള ആക്ഷൻസ് ചെയ്യിപ്പിക്കുന്നത്, ബേസിലിന്റെ ക്യാരക്ടറിനെ കൊണ്ട് അങ്ങനെയുള്ള ആക്ഷൻസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ടെക്നിക്കലി ഇങ്ങനെയുള്ള വിഷത്തള്ളമാര് തന്നെയല്ലേ നമ്മുടെ സമൂഹത്തിന് ആപത്ത്. അക്ബർ പറഞ്ഞത് 100% ശരിയല്ലേ? പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? കമന്റ് സെക്ഷനിൽ അറിയിക്കുക.